കുറേ ആയി പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്. എന്നാൽ പിന്നെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പക്ഷേ ഞങ്ങൾ പട്ടാമ്പി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം പോവുക നെസ്റ്റോയിൽക്കാണ് കേട്ടോ. നെസ്റ്റോ എത്തിക്കഴിഞ്ഞു. അവിടെ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് പുറത്തിറങ്ങുക അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങിക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു. എന്താ കണ്ടോ, ഓഫറുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ. ടോയ്സൊക്കെ അടിപൊളി ടോയ്സാണ്, നല്ല ക്വാളിറ്റിയുള്ള ടോയ്സുകളാണ്. മക്കളൊക്കെ നല്ല എൻജോയ് ചെയ്തു. അവരതൊക്കെ ജസ്റ്റ് നോക്കി തന്നെ ഉള്ളൂ കേട്ടോ, വാങ്ങിക്കാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാനിങ്ങനെ ഗ്ലാസിൻ്റെ സെക്ഷനൊക്കെ നോക്കിയപ്പോഴേ അടിപൊളി ഗ്ലാസ്സുകളൊക്കെ കണ്ടു. പിന്നെ കിച്ചണിക്ക് വേണ്ട ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ നമ്മുടെ നെസ്റ്റോയിലുണ്ട്. പക്ഷേ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഡെക്കറേറ്റീവ് എനിക്ക് നല്ല ഇഷ്ടമായി, പക്ഷേ ഞാൻ വാങ്ങിയില്ല. പിന്നെ ഒരു ജ്യൂസ് ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും ഷെയർ ആയിട്ട് കുടിച്ചു. അങ്ങനെ എനർജിയൊക്കെ സംഭരിച്ച് ഞങ്ങൾ പോയത് ഫിഷിൻ്റെ ഏരിയയിലേക്കാണ്. ഫിഷിൻ്റെ ഏരിയയിൽ പോയിട്ട് ഫിഷ് വാങ്ങുക എന്നുള്ള ഉദ്ദേശമൊന്നും ഇല്ല. ഞങ്ങൾ എന്നാലും മീറ്റും ഫിഷൊക്കെ കണ്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് പോന്നു. പിന്നെ ഞങ്ങൾ ഇത് വാങ്ങിയിട്ടോ. ഇത് ഫ്രഞ്ച് ഫ്രൈസാണ്, കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറിയൊരു ട്രോളി എടുത്തിട്ട് അതിൽ സാധനം ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് അവർക്ക് വലിയ ട്രോളി വേണം, അതിലിരിക്കണം എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഇരുന്ന് അവർ ഉന്തി കളിക്കുകയാണ് കേട്ടോ. മാംഗോസ്റ്റീൻ ഞാൻ നോക്കുമ്പോൾ വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ വാങ്ങിച്ചില്ല കേട്ടോ. എനിക്കത്ര നല്ലതായിട്ട് തോന്നിയില്ല. അങ്ങനെ പിന്നെ ഇത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. കണ്ടോ എന്ത് രസമല്ലേ, 2 കളേഴ്സായിട്ട്. വൈറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ പതാക ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ സ്പ്രേ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. എന്തെങ്കിലും ജസ്റ്റ് സ്പ്രേകളൊക്കെ നോക്കാമെന്ന് കരുതിയിട്ട് പോവുകയാണ്. അങ്ങനെ കോബ്രയുടെ ഒരു സ്പ്രേ ഒക്കെ വാങ്ങിയിട്ട് പിന്നെ മക്കൾ പറഞ്ഞു മേലേക്ക് പോകണമെന്ന്. അവിടെ ഗെയിംസൊക്കെ ഉള്ള കാരണം അവർക്ക് അവിടെ പോകാനും വലിയ തിരക്ക്. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഗെയിംസ് ഒന്നും ഇല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ജസ്റ്റ് ഇത് നല്ല രസമുണ്ട് കേട്ടോ. അവിടുത്തെ ഡ്രസ്സുകൾ എപ്പോഴും അത്ര ഇഷ്ടമാവാറില്ല, അപ്രാവശ്യം നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ലിഫ്റ്റിൽ കയറിയിട്ട് അതിൻ്റെ മുകളിലേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് ഗെയിംസൊക്കെ കണ്ടത്. പിന്നെ അവരെ പിടിച്ചാൽ കിട്ടിയില്ല കേട്ടോ. പിന്നെ അവർ പോകുന്നിടത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ ആകെ ബോറടിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് ഇരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നന്നായിട്ട് കളിച്ചതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടികളിലാണ് കേട്ടോ. ഒരുപാട് പേര് പലതരത്തിലുള്ള ഗെയിംസൊക്കെ ആയിട്ട് അവിടെ ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. അങ്ങനെ പുറത്തിറങ്ങി പിന്നെ ഞങ്ങളുടെ മെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് ടോപ്പ് ചിക്കനിലാണ് കേട്ടോ. ടോപ്പ് ചിക്കനിൽ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ ഫുഡ് എത്തിയത്. നല്ല ഭംഗിയുള്ള ഡെക്കോർ കണ്ടു കേട്ടോ, അതും എനിക്കിഷ്ടമായി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്നാപ്ചാറ്റിലൊക്കെ കയറിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഫുഡ് എത്തുകയാണ്. പ്ലേറ്റ്സൊക്കെ എത്തിയപ്പോൾ തന്നെ നമുക്കൊരു ഫുഡ് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയായി. ഫുഡ് എത്തി. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പെരി പെരി അൽഫാം മന്തിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ പെരി പെരി അൽഫാം കഴിച്ചിട്ടുണ്ട്, മന്തിയും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല. ഇതിനാണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് കെട്ടിയിറങ്ങി വന്നത്. അപ്പോൾ അടിച്ച് പൊളിച്ച് നമ്മൾ ആ ഫുഡൊക്കെ കണ്ട് കഴിച്ച് എൻജോയ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ. തിരിച്ച് പോരുമ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ.